ഹലോ വെൽക്കം ടു പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി സപ്പോർട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ വീണ്ടും അതായത് നമ്മൾ നിർത്തിയോടത്തുനിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആൻഡ് ഫോർത്ത് ക്വസ്റ്റ്യൻ വരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പവർ ആൻഡ് അതോറിറ്റി ലൈക്ക് ഇത് നിങ്ങൾ എക്സാമിന് ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ടേബിൾ തിരിച്ച് എഴുതണം. അതോറിറ്റി ഒരു സൈഡ്, പവർ അതർ സൈഡ്. ഓക്കെ, അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫീഷ്യൽ റൈറ്റ് ഗിവൺ ടു എ പേഴ്സൺ ടു മേക്ക് ഡിസിഷൻ ആൻഡ് ഗീവ് ഓർഡേഴ്സ്. അതായത് ഒഫീഷ്യലി ഒരു റൈറ്റ് പേഴ്സണ് ഡിസിഷൻ എടുക്കാനും പിന്നെ ഓർഡേഴ്സൊക്കെ കൊടുക്കാനും വേണ്ടിയിട്ടുള്ളൊരു പവർ എന്നാണ് പറയുക ആക്ച്വലി അതിനെ. ആ ഒരു അതോറിറ്റി അത് ഒഫീഷ്യലാണ്. അതോറിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുക എപ്പോഴും അത് ഒഫീഷ്യലാണ്. പവർ എന്ന് പറയുന്നത് ഒരാളുടെ എബിലിറ്റീനെയാണ്, അതായത് മറ്റുള്ളവരുടെ ബിഹേവിയറിനെയും ആക്ഷൻസിനെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നവരുടെ എബിലിറ്റീനെയാണ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് അതോറിറ്റി കംസ് ഫ്രം ആൻ ഓർഗനൈസേഷൻ, പൊസിഷൻ ഓർ ഹയറാർക്കി. അതോറിറ്റി എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ്റെ പൊസിഷൻ, ഹയറാർക്കി എന്നിവയിൽ നിന്നൊക്കെ വരുന്നതാണ്. പക്ഷേ പവർ എന്ന് പറയുന്നത് നോളജ്, പേഴ്സണാലിറ്റി, എക്സ്പീരിയൻസ്, ഇൻഫ്ലുവൻസ് എന്നിവയിൽ നിന്നൊക്കെയാണ് പവർ എന്നൊരു ഫാക്ടർ വരുന്നത്. ആൻഡ് അതോറിറ്റിയിലേക്ക് തിരിച്ചു വരുമ്പോൾ അതോറിറ്റി ഈസ് ഫോർമൽ ആൻഡ് ലീഗലി അക്സെപ്റ്റഡ് വിത്തിൻ ദ ഓർഗനൈസേഷൻ. അതോറിറ്റി ഉള്ള ആളുകളെ ആയിരിക്കും ഓർഗനൈസേഷനിൽ വില കൊടുക്കുക. പവർ എന്ന് പറയുന്നത് ഫോർമൽ ആവാം, ഇൻഫോർമൽ ആവാം, അതൊരു ഒഫീഷ്യൽ പൊസിഷനിൽ നിന്നും പുറത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് നോക്കാം, അതോറിറ്റി ഈസ് ലിമിറ്റഡ് ബൈ ഓർഗനൈസേഷണൽ റൂൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അതോറിറ്റി എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ റൂൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയിൽ ലിമിറ്റഡ് ആണ്. പവർ എന്ന് പറയുന്നത് ഫോർമൽ ലിമിറ്റ്സിൽ നിന്നും എന്താ പറയുക, അങ്ങനെ ഒരു ഫോർമൽ ലിമിറ്റ്സ് പവറിന് ആവശ്യമില്ല. പിന്നെ ഒഫീഷ്യൽ ആൻഡ് എഫക്റ്റ് പീപ്പിൾ ഈവൺ വിത്തൗട്ട് ഒഫീഷ്യൽ അതോറിറ്റി ഇല്ലാതെ തന്നെ ആളുകളെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പവർ എന്ന് പറയുന്നത്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മെൻഷൻ ദ വേരിയസ് അഡ്വാൻറ്റേജസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ. നമ്മൾ നേരത്തെ ഡെലിഗേഷൻ്റെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിൽ തന്നെ ഒരു കാര്യമാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. അടുത്തത് സിക്സ്ത് ക്വസ്റ്റ്യൻ, മെൻഷൻ ദ വേരിയസ് അഡ്വാൻറ്റേജസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ എന്താണെന്ന് ഞാൻ നേരത്തെ അതായത് ഇതിൻ്റെ പാർട്ട് 1 വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങളൊന്ന് കയറി നോക്കാട്ടെ, ഫസ്റ്റത്തെ വീഡിയോ. ഡീസെൻട്രലൈസേഷൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ ഇതിൽ നോക്കേണ്ടത് കേട്ടോ. ഡീസെൻട്രലൈസേഷൻ റെഡ്യൂസസ് ദ വർക്ക് ലോഡ് ഓഫ് ടോപ്പ് മാനേജ്മെൻറ്റ് ബൈ ഷെയറിംഗ് റെസ്പോൺസിബിലിറ്റീസ് വിത്ത് ലോവർ ലെവൽ. അതായത് എല്ലാ റെസ്പോൺസിബിലിറ്റീസും കൂടെ ഒരാൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്തുന്ന ഒരു കാര്യമാണ് ഈ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ലോവർ ലെവലിലേക്ക് കൊടുക്കുന്നത് കാരണം കൊണ്ട് അവർക്ക് റെസ്പോൺസിബിലിറ്റീസും വർക്ക് ലോഡും ഒക്കെ ഒന്ന് കുറയുന്നതാണ് പറയുന്നത്. റെസ്പോൺസിബിലിറ്റീസ് കുറയില്ല, വർക്ക് ലോഡ് ഒന്ന് കുറയുന്നതാണ് പറയുന്നത്. പിന്നെ ഇറ്റ് ഹെൽപ്സ് ഇൻ ഫാസ്റ്റർ ഡിസിഷൻ മേക്കിംഗ് ബിക്കോസ് ഡിസിഷൻസ് ആർ ടേക്കൺ നിയർ ദ പോയിന്റ് ഓഫ് ആക്ഷൻ. അതായത് ഒരാളിങ്ങനെ ലൈക്ക് താഴെ ഉള്ളൊരു വ്യക്തി ഇതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് മുകളിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് വളരെ ഫാസ്റ്റായിട്ട് നടക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഡീസെൻട്രലൈസേഷൻ ഇംപ്രൂവ്സ് എംപ്ലോയി മോട്ടിവേഷൻ ബൈ ഗിവിംഗ് മാനേജേഴ്സ് മോർ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഡീസെൻട്രലൈസേഷൻ എന്താ പറയുക, എംപ്ലോയിൻ്റെ മോട്ടിവേഷൻ. നമ്മളൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇപ്പോൾ നമ്മളുടെ ഒരു ടോപ്പിലിരിക്കുന്ന ഒരാൾ വന്നിട്ട് നമുക്ക് ഇന്ന കാര്യം ഒന്ന് ചെയ്തു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഒബ്വിയസ്ലി നമുക്കത് ചെയ്യാൻ ക്യാപ്പബിളായ കാരണം കൊണ്ടാണ് നമ്മളത് ഏൽപ്പിക്കുന്നത് എന്നൊരു ബോധ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത്തരത്തിലൊരു മോട്ടിവേഷനാണ് എംപ്ലോയീസിന് കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ എന്താ പറയുക ഒരു വർക്ക് ലെവൽ കൂടാൻ സാധ്യതയുണ്ട്. ആൻഡ് ഇറ്റ് ഡെവലപ്സ് മാനേജീരിയൽ സ്കിൽസ് ആൻഡ് പ്രിപ്പയർസ് എംപ്ലോയി ഫോർ ഹയർ പൊസിഷൻ ഇൻ ദ ഫ്യൂച്ചർ. അതായത് അവരിപ്പോൾ ബേസിക് വർക്കേഴ്സ് ആണെങ്കിൽ പോലും ഫ്യൂച്ചറിൽ അവർ മാനേജേഴ്സോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ അവരുടെ ഒരു മാനേജീരിയൽ സ്കിൽസ് എല്ലാ കാര്യങ്ങളും ഇംപ്രൂവ് ചെയ്യാണ് ചെയ്യുന്നത്. ലോക്കൽ മാനേജേഴ്സ് ക്യാൻ മേക്ക് ബെറ്റർ ഡിസിഷൻസ് ബേസ്ഡ് ഓൺ ലോക്കൽ കണ്ടീഷൻ ആൻഡ് കസ്റ്റമർ നീഡ്സ്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ലോക്കൽ മാനേജർ ഉണ്ടാവും, പിന്നെയാണ് ഏരിയ മാനേജർ, അങ്ങനെ പല ഉണ്ടാവുമല്ലോ. അപ്പോൾ ലോക്കൽ മാനേജർ എന്നൊരാളിരിക്കെ ആൾക്ക് അവിടുത്തെ ഒരു സ്ഥിതിഗതികൾ മനസ്സിലാക്കി അപ്പം പ്രോപ്പറായിട്ട് ഡിസിഷൻസ് എടുക്കാനായിട്ട് പറ്റും എന്ന് പറയുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ്, ഇറ്റ് ഇൻക്രീസസ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഹെൽപ്സ് ഓർഗനൈസേഷൻസ് റെസ്പോണ്ട് ക്വിക്ക്ലി ടു ചേഞ്ചസ് ആൻഡ് പ്രോബ്ലംസ്. അതായത് ഫ്ലെക്സിബിലിറ്റി ഓർഗനൈസേഷന് കൂടാൻ സാധ്യതയുണ്ട്. കാരണം എബ്രപ്റ്റായിട്ട് പെട്ടെന്നായിട്ട് നമുക്ക് റെസ്പോണ്ട് ചെയ്യാനും ഇങ്ങനെ ആളുകൾ
ഈ ഒരു റെസ്പോൺസിബിലിറ്റി അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് ക്ലാരിഫൈ ചെയ്യാനും ഡൗട്ട്സ് എന്തെങ്കിലും ക്ലിയർ ചെയ്യാനും സാധിക്കും എന്നാണ് പറയുന്നത്. ഡീസെൻട്രലൈസേഷൻ എൻകറേജസ് ഇന്നോവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി എമംഗ് എംപ്ലോയീസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഡീസെൻട്രലൈസേഷൻ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും പിന്നെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനും എംപ്ലോയീസിനും ഡിപ്പാർട്ട്മെൻറ്റ്സിനും ഹെൽപ്പ് ചെയ്യുന്നു എന്നും പറയുന്നുണ്ട്. പിന്നെ എന്താ പറയുക, നമ്മളൊരു കൺക്ലൂഷൻ പോലെ പറയാം, ഓവറോൾ എഫിഷ്യൻസി കോർഡിനേഷൻ ഓർഗനൈസേഷൻ ഗ്രോത്തിന് ഡീസെൻട്രലൈസേഷൻ ഹെൽപ്ഫുൾ ആണെന്ന് പറയാം. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ ലിമിറ്റേഷൻസ് ഓഫ് കൺട്രോൾ. കൺട്രോൾ എന്ന് പറയുന്നത് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ആ ഒരു സ്റ്റെപ്പിൽ ഏറ്റവും എൻഡിൽ വരുന്നൊരു കാര്യമാണ്. അതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നാണ് ഇതിൽ നമ്മൾ പറയുന്നത്. ആൻഡ് ദ ഫസ്റ്റ് വൺ ഇസ് കൺട്രോൾ ഹാസ് ലിമിറ്റേഷൻസ് ബിക്കോസ് ഇറ്റ് കാനോട്ട് കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ഹ്യൂമൻ എറേഴ്സ് ആൻഡ് മിസ്റ്റേക്സ്. അതായത് കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരിക്കലും ഹ്യൂമൻ എറേഴ്സും മിസ്റ്റേക്സും എല്ലാം കംപ്ലീറ്റ്ലി ഒഴിവാക്കുക എന്നത് അർത്ഥമാക്കുന്നില്ല. ഓക്കെ, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു മെഷർ ദ പെർഫോമൻസ് ഓഫ് എംപ്ലോയീസ് ആക്യുറേറ്റ്ലി ഇൻ ഓൾ സിറ്റുവേഷൻസ്. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോയിന്റിനോട് അടുത്തെടുക്കുന്ന ഒരു പോയിന്റ് തന്നെയാണ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു മെഷർ ദ പെർഫോമൻസ് ഓഫ് എംപ്ലോയീസ് ആക്യുറേറ്റ്ലി ഇൻ ഓൾ സിറ്റുവേഷൻസ്. അതായത് ഈ ഒരു പോസ്റ്റിലിരിക്കുന്ന അല്ലെങ്കിൽ കൺട്രോളിങ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്നല്ല പറയുന്നത്. പെർഫോമൻസ് ഓഫ് എംപ്ലോയി അല്ലെങ്കിൽ എന്താ പറയുക, അതൊരു മെഷർ ചെയ്യാന്നുള്ളത് ഇച്ചിരി ഡിഫിക്കൽട്ടായിരിക്കും. ചെയ്യാൻ പറ്റും, പക്ഷെ കുറച്ച് ഇച്ചിരി ഡിഫിക്കൽട്ടായിരിക്കും എന്നാണ് പറയുന്നത്. കൺട്രോൾ സിസ്റ്റംസ് ക്യാൻ ബി എക്സ്പെൻസീവ് ആൻഡ് ടൈം കൺസ്യൂമിങ് ടു ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് മെയിൻറ്റെയിൻ. കൺട്രോൾ സിസ്റ്റംസ് എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആണ്, അത് ടൈം കൺസ്യൂമിങ് ആണ്. ലൈക്ക് ഇപ്പോൾ പെട്ടെന്ന് ഇന്ന് വന്നിട്ട് നാളെ ചെയ്യണമെന്ന് പറഞ്ഞ് കൺട്രോൾ സിസ്റ്റംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടപടിയാവില്ല. പിന്നെ എംപ്ലോയീസ് ഒരുപാട് കൺട്രോൾ മെഷേഴ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എംപ്ലോയീസിൻ്റെ റെസിസ്റ്റൻസിന് സാധ്യതയുണ്ട്. അതായത് അവർ ഒരുപാട് എന്താ പറയുക സൂപ്പർവൈസ് ചെയ്യുന്നു, റെസ്ട്രിക്ഷൻസ് വരുന്നു എന്നൊക്കെ എംപ്ലോയീസിന് തോന്നാൻ സാധ്യതയുണ്ട്. കൺട്രോൾ ഇസ് ലെസ് എഫക്റ്റീവ് വെൻ ദ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ആർ നോട്ട് ക്ലിയർലി ഡിഫൈൻസ്. ഏതൊരു കാര്യം ഇപ്പോൾ കൺട്രോൾ തന്നെ ആവണമെന്നില്ല, ഏതൊരു കാര്യം എഫക്റ്റീവ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സും സ്റ്റാൻഡേർഡ്സും ഒക്കെ വെൽ ക്ലിയർഡ് ആയിരിക്കണം. പിന്നെ റാപ്പിഡ് ചേഞ്ചസ് ഇൻ ബിസിനസ് എൻവയോൺമെൻറ്റ് ക്യാൻ മേക്ക് കൺട്രോൾ സിസ്റ്റംസ് ഔട്ട്ഡേറ്റഡ് ഓർ ഇൻഎഫക്റ്റീവ്. എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ എന്താ പറയുക ബിസിനസ് എൻവയോൺമെൻറ്റും കാര്യങ്ങളൊക്കെ. ഔട്ട്ഡേറ്റഡ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെയും ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ റീഇംപ്ലിമെൻറ്റ് ചെയ്യണം, റീവർക്ക് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എക്സസീവ് കൺട്രോൾ മേ റെഡ്യൂസ് എംപ്ലോയി ക്രിയേറ്റിവിറ്റി, ഇനീഷ്യേറ്റീവ് ആൻഡ് മോട്ടിവേഷൻ. എക്സസീവ് കൺട്രോൾ എംപ്ലോയീസിൻ്റെ ക്രിയേറ്റിവിറ്റി, ഇനീഷ്യേറ്റീവ്, മോട്ടിവേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം റെഡ്യൂസ് ചെയ്യാനും സാധ്യതയുണ്ട്. നെക്സ്റ്റ് വൺ, കൺട്രോൾ കാനോട്ട് guarantee success unless proper planning, coordination and leadership are also present. അതായത് കൺട്രോളിന് എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ സക്സസ് കൊടുക്കാൻ പറ്റണം എന്നില്ല. അൺലെസ് ഇതൊരു പ്രോപ്പർ പ്ലാനിങ്ങിൽ കൂടിയല്ല കടന്നു പോയതെങ്കിൽ, ഒരു കോർഡിനേഷൻ, ലീഡർഷിപ്പ് ഇതെല്ലാം ഇതിലൂടെ കടന്നു പോവാത്തൊരു സിസ്റ്റത്തിന് ഒരിക്കലും ഒരു സക്സസ് ഗ്യാരണ്ടി ചെയ്യാനായിട്ട് പറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് അടുത്തത് വാട്ട് ആർ ദ സ്റ്റെപ്സ് ഗിവൺ ബൈ പീറ്റർ ഡ്രക്കർ റിലേറ്റിംഗ് ടു MBO. MBO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ +1 +2 ടൈമിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക സ്റ്റെപ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെറ്റിംഗ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. അതായത് എന്താണ് ആ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് എന്ന് ആദ്യം തന്നെ സെറ്റ് ചെയ്യണം. ദെൻ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് ആണ് കേട്ടോ. പല ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവുമല്ലോ, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക ആദ്യം. ദെൻ കമ്മിങ് ടു ദാറ്റ് ഡിപ്പാർട്ട്മെൻറ്റൽ ഒബ്ജക്റ്റീവ്. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഡിപ്പാർട്ട്മെൻറ്റൽ. അതായത് ഒരു ഓർഗനൈസേഷനിൽ പല ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റൽ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക. അതിനുശേഷം വരുന്നതാണ് ഡിസ്കസിങ് ഒബ്ജക്റ്റീവ് വിത്ത് എംപ്ലോയീസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുക. ഡിഫൈനിങ് എക്സ്പെക്റ്റഡ് റിസൾട്ട്സ്. ഒബ്ജക്റ്റീവ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തു, ഇതിനെ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിസൾട്ട് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. പിന്നെ എംപ്ലോയീസ് പെർഫോം ചെയ്യുന്നത് മെഷർ ചെയ്യുക, ഫീഡ്ബാക്ക് എടുക്കുക, അപ്രൈസൽ എടുക്കുക, എന്തെങ്കിലും ആക്ഷൻസ് റിവ്യൂ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MBOൻ്റെ സ്റ്റെപ്സ്. ഇത് ഞാൻ വളരെ ചുരുക്കത്തിൽ പറഞ്ഞത് നോക്കണ്ട, നിങ്ങൾ എലാബറേറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞില്ലെങ്കിൽ മാർക്ക് കിട്ടില്ല. ആൻഡ് ഓൾസോ ഞാനിതിൽ ഇപ്പോൾ നെക്സ്റ്റ് നമ്മൾ പാർട്ട് ബിയിലോട്ട് കിടക്കുകയാണ്. പാർട്ട് ബിയിൽ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് നമ്മൾ essay ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ കാണുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം പാർട്ട് ബിയിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വേറൊരു ഇയറിലത്തെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ഞാനിതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. അതും ഞാൻ ടെലഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിലിടാം. അപ്പോൾ നിങ്ങൾ
ഈ എന്താ പറയുക പോയിൻറ്റ്സ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, അത് നിങ്ങൾ എലാബറേറ്റ് ചെയ്ത് എഴുതാനായിട്ട് ട്രൈ ചെയ്യണം. ആൻഡ് എസ്സേ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഡിസ്കസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഹെൻറി ഫയോൾ ടു മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൻറി ഫയോൾ ഇല്ലാതെ ഒരു മാനേജ്മെൻറ്റ് ഇല്ല. അദ്ദേഹത്തിനെ ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് എന്നാണ് വിളിക്കുന്നത്. ഹിസ് വർക്ക് ഫോക്കസ്ഡ് ഓൺ ഇംപ്രൂവിങ് ദ ഓവറോൾ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഓർഗനൈസേഷൻ. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ ഇത് ഞാൻ അത്ര വിശദമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറയുന്നില്ല, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയും ലോങ് ആയിപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കുക, പോയിന്റ്സ് പഠിക്കുക. ഈ കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ 5 ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലാനിങ്, ഓർഗനൈസിങ്, എന്താ പറയുക, സ്റ്റാഫിങ്, ആ സംഭവം ഉണ്ടല്ലോ, ഡിറക്റ്റിംഗ്, കൺട്രോളിങ്. അതൊരു പല പേരിലാണ്, ലൈക്ക് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്താൽ. നമ്മൾ നോർമലി പഠിക്കുക പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് ആണ്. ഇതിലിപ്പോൾ പ്ലാനിങ്, ഓർഗനൈസിങ്, കമാൻഡിങ്, കോർഡിനേറ്റിംഗ്, കൺട്രോളിംഗ് ഉണ്ട്. ഫ്രെയിംവർക്ക് എന്നും മാനേജ്മെൻറ്റിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നാണ് പറയുന്നത്. ദെൻ 14 പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെൻറ്റ് ഉണ്ട്. ഡിവിഷൻ ഓഫ് വർക്ക്, യൂണിറ്റി ഓഫ് കമാൻഡ്, ഡിസിപ്ലിൻ, സ്കാല ചെയിൻ, ഇക്വിറ്റി, അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ യൂണിവേഴ്സൽ മീനിങ് ആണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളിന്. ഫയോൾ ബിലീവ്ഡ് ദാറ്റ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആർ യൂണിവേഴ്സൽ, അതായത് യൂണിവേഴ്സലി അപ്ലിക്കബിൾ ആണ് ഈ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്നാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ. ബിസിനസ്സിലാണെങ്കിലും ഗവൺമെൻറ്റിലാണെങ്കിലും അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണെങ്കിലും സെയിം ഇത് യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് അദ്ദേഹം. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ വേരിയസ് ഫോം ഓഫ് ഓർഗനൈസേഷൻ. ലൈൻ ഓർഗനൈസേഷൻ വരുന്നുണ്ട്. ലൈക്ക് ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഫ്ലോ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഫ്രം ടോപ്പ് ടു ബോട്ടം. ഒരു സുപ്പീരിയർ ആണ് ഉണ്ടായിരിക്കുക, ഓൺലി വൺ സുപ്പീരിയർ. ആൻഡ് നെക്സ്റ്റ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നുണ്ട്. ഫങ്ഷണലി വർക്ക് ഡിവൈഡഡ് അക്കോർഡിംഗ് ടു ഫങ്ഷൻസ്. ഇപ്പോൾ പ്രൊഡക്ഷൻ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, അങ്ങനെ ഫങ്ഷൻ അനുസരിച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഓർഗനൈസേഷൻ ഉണ്ട്. ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ, എന്താ പറയുക, ലൈൻ മാനേജേഴ്സ്, നമ്മൾ നേരത്തെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ എന്താ പറയുക ബുദ്ധിമുട്ട്, ലൈൻ മാനേജേഴ്സ് സ്റ്റാഫും തമ്മിലുള്ള ഇഷ്യൂസിൻ്റെ കാര്യമൊക്കെ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അത്. ആൻഡ് പ്രൊജക്റ്റ് ഓർഗനൈസേഷൻ എന്താണെന്ന്, സ്പെസിഫിക് പ്രൊജക്റ്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻസ്. കമ്മിറ്റി, പിന്നെ ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കോൾഡ് കമ്മിറ്റി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കമ്മിറ്റി ഓർഗനൈസേഷൻ ഉണ്ട്. ആൻഡ് മെട്രിക്സ് ഓർഗനൈസേഷൻ ഉണ്ട്. ഹൈബ്രിഡ് ആയിട്ടുള്ള സ്ട്രക്ചറിനെ ബോത്ത് ഫങ്ഷണലും പിന്നെ പ്രൊജക്റ്റ് മാനേജേഴ്സ് എല്ലാം കൂടി ആക്കിയിട്ടുള്ളതിനെയാണ് മെട്രിക്സ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഒബ്സ്റ്റക്കിൾസ് ഓഫ് ഡെലിഗേഷൻ. ഡെലിഗേഷൻസിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞ അഡ്വാൻറ്റേജസ് ഒപ്പം ഒബ്സ്റ്റക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസഡ്വാൻറ്റേജ് ആണ് കേട്ടോ, അതും വന്നിട്ടുണ്ട്. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജറിൻ്റെ വർക്ക് ലോഡ് കുറയ്ക്കുന്നു, ഡിസിഷൻ മേക്കിംഗ് ഫാസ്റ്റ് ആക്കുന്നു, എംപ്ലോയിൻ്റെ ഡെവലപ്മെൻറ്റ് കൂട്ടുന്നു, എഫിഷ്യൻസി കൂട്ടുന്നു, ബെറ്റർ മോട്ടിവേഷൻ, ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ. ഈ ഡെലിഗേഷൻ്റെ എന്താ പറയുക ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജേഴ്സിന് അവരുടെ കൺട്രോൾ പോകുന്നു എന്നുള്ളൊരു ലോസിങ് കൺട്രോൾ എന്നൊരു പേടി വരുന്നു. ലാക്ക് ഓഫ് ട്രസ്റ്റ് ഇൻ സബോർഡിനേറ്റ്സ്, ട്രസ്റ്റ് ഇല്ല വെച്ച് കഴിഞ്ഞാൽ ഇത് വർക്കൗട്ട് ആവില്ല. എന്താ ഒരു തൃപ്തി ഇല്ലെങ്കിൽ, അതായത് ചിലവർക്ക് ഉണ്ടാവില്ല, അപ്പോൾ ഞാൻ തന്നെ ചെയ്താലേ ശരിയാവുള്ളൂ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ അത്. പിന്നെ ഫിയർ ഓഫ് മിസ്റ്റേക്കിൽ എന്തെങ്കിലും ഫിയർ ഉണ്ടെങ്കിൽ എന്താ പറയുക അതൊന്നും പ്രോപ്പർലി ഈ ഒരു ഡെലിഗേഷന് വർക്കൗട്ട് ആവില്ല എന്നാണ് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഈസ് പുവർ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ട് ഇത് പരിപാടി നടക്കാനേ പോകുന്നില്ല. പിന്നെ സബോർഡിനേറ്റ്സ് സഹകരിക്കണം. റിലക്റ്റൻസ് ഓഫ് സബോർഡിനേറ്റ്സ് ഇതൊരു ഭയങ്കര ഡിസഡ്വാൻറ്റേജ് ആണ്. നെക്സ്റ്റ് 12th ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ഓഫ് ഇഫക്റ്റീവ് പ്ലാനിങ്. എന്താ പറയുക ഇഫക്റ്റീവ് പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്, എന്തിനു വേണ്ടിയിട്ടാണ് പ്ലാനിങ് ചെയ്യുന്നത്? ഓർഗനൈസേഷണൽ ഗോൾസ് അച്ചീവ് ചെയ്യാൻ, അൺസർട്ടനിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട്, പിന്നെ എല്ലാ റിസോഴ്സസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട്, ടു പ്രൊവൈഡ് ഡയറക്ഷൻ ആൻഡ് ഫോക്കസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്, കൺട്രോൾ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കോർഡിനേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിസിഷൻ മേക്കിംഗ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് മെയിനായിട്ട് ഇഫക്റ്റീവ് പ്ലാനിങ് യൂസ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ്, സ്ട്രാറ്റജീസ് ഓഫ് ഇഫക്റ്റീവ് പ്ലാനിങ്ങിൻ്റെ സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്ട്രാറ്റജീസ് ഓഫ് ഇഫക്റ്റീവ് പ്ലാനിങ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഞാനിപ്പോൾ പറയുന്നത്. സ്ട്രാറ്റജീസ് ഓഫ് ഇഫക്റ്റീവ് പ്ലാനിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ഗോൾ സെറ്റിംഗ്, ഒരു ക്ലിയർ ഗോൾ സെറ്റ് ചെയ്യാണ്ട് പ്ലാനിംഗ് ഒന്നും പ്രോപ്പറായിട്ട് നടക്കില്ല. പിന്നെ എൻവയോൺമെൻറ്റൽ അനാലിസിസ്, നമ്മൾ പ്ലാൻ ചെയ്ത കാര്യം നമ്മുടെ ചുറ്റും നടക്കുമോ അതിന് വേണ്ടിയിട്ടൊരു അനാലിസിസ് ആണ് എൻവയോൺമെൻറ്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. പ്രോപ്പർ റിസോഴ്സ് അലോക്കേഷൻ, റിസോഴ്സസ് പ്രോപ്പറായിട്ടാണോ അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ വേസ്റ്റേജ് ഉണ്ടോ എന്നൊക്കെ പ്ലാൻ ചെയ്യുക. ആൻഡ് ഫ്ലെക്സിബിലിറ്റി ഇൻ പ്ലാനിങ്, അലോയിങ് ചേഞ്ചസ് അക്കോർഡിംഗ് ടു ന്യൂ സിറ്റുവേഷൻസ്, അതായത്
എപ്പോഴും പ്ലാൻ അനുസരിച്ച് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല, സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അത് മാറാം. ഫ്ലെക്സിബിൾ ആയിരിക്കണം നമ്മൾ പ്ലാൻസ്. ആൻഡ് എംപ്ലോയി പാർട്ടിസിപ്പേഷൻ. എംപ്ലോയിൻ്റെ പാർട്ടിസിപ്പേഷൻസ് നിർബന്ധമാണ്. പ്രയോറിറ്റൈസേഷൻ, ഫസ്റ്റ് ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് നോക്കുക. ആൻഡ് കണ്ടിന്യൂസ് മോണിറ്ററിങ് ആവശ്യമാണ്. ആൻഡ് കോർഡിനേഷൻ എമംഗ് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഇടയിലും ഒരു കോർഡിനേഷൻ ആവശ്യമാണ്. ആൻഡ് നെക്സ്റ്റ് 30th ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾസ് ഓഫ് കോർഡിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്താണെന്ന് ജസ്റ്റ് ഒരു ബ്രീഫ് എഴുതി വയ്ക്കുക, ഒരു ഇൻട്രോ പോലെ എഴുതുക. എന്നിട്ട് അതിൻ്റെ പ്രിൻസിപ്പിൾസ് ചെയ്ത യൂണിറ്റി ഓഫ് പർപ്പസ്, അതായത് എന്തിനാണ് നമ്മൾ യുണൈറ്റ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഒരു പർപ്പസ് ഉണ്ടായിരിക്കുമല്ലോ ആ കാര്യം, അതൊക്കെയാണ് യൂണിറ്റി ഓഫ് പർപ്പസ്. ഓൾ ആക്ടിവിറ്റീസ് ഷുഡ് ബി ഡയറക്റ്റഡ് ടുവേർഡ് കോമൺ ഓർഗനൈസേഷണൽ ഗോൾ. നമ്മളിപ്പോൾ ഒരു കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഗോളിന് വേണ്ടിയിട്ടായിരിക്കാം, ആ ഗോളിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. ഏർലി ബിഗിനിങ്, പ്ലാനിങ് സ്റ്റേജിൽ തന്നെ കോർഡിനേഷനും കൂടെ സ്റ്റാർട്ട് ചെയ്യണം. കണ്ടിന്യൂറ്റി, എന്താ വെച്ചാൽ ഈ കോർഡിനേഷൻ ത്രൂ ഔട്ട് ദ പ്രോസസ്സ് ആവശ്യമാണ്, അല്ലാതെ ഒരു സമയത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു കാര്യമൊന്നുമല്ല. ആൻഡ് ഡയറക്റ്റ് കോണ്ടാക്റ്റ്, ഇപ്പോൾ മാനേജേഴ്സ് എംപ്ലോയീസ് തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ് മിസ്അണ്ടർസ്റ്റാൻഡിങ് കുറയ്ക്കാനും ഫാസ്റ്റർ അണ്ടർസ്റ്റാൻഡിങ്സിനും ഹെൽപ്പ് ചെയ്യുന്നു. റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ്, അതായത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും ഇൻ്റർഡിപ്പെൻഡൻ്റ് ആണ്. നമ്മളിപ്പോൾ ഒരു ഫ്ലോ ചാർട്ട് അനുസരിച്ചിട്ടാണ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വൈസൊക്കെ പോവുക. പക്ഷേ റെസിപ്രോക്കൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ക്ലിയർ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞു, ക്ലിയർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് സിംപ്ലിഫൈഡ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഇച്ചിരി കോംപ്ലെക്സ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണെങ്കിൽ കുറച്ച് പ്രയാസമാണ് എന്നാണ് പറയുന്നത്. ആൻഡ് ലീഡർഷിപ്പ് എന്താ പറയുക, ഗൈഡൻസിനും മോട്ടിവേഷനും എംപ്ലോയീസിൻ്റെ എഫേർട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, TQMൻ്റെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിക്കണം കേട്ടോ. TQM ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കുക. TQM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഇസ് എ മാനേജ്മെൻറ്റ് അപ്രോച്ച് ഫോക്കസ്ഡ് ഓൺ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് ഓൾ എംപ്ലോയീസ് ഫോർ ഇറ്റ്സ് സക്സസ്ഫുൾ ഇംപ്ലിമെൻറ്റേഷൻ. അതായത് ദ ഫോളോയിങ് റിക്വയർമെൻറ്റ്സ് ആർ എസെൻഷ്യൽ. TQMന് എസെൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് റിക്വയർമെൻറ്റ്സ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ എന്താ പറയുക, നമ്മൾ റിക്വയർമെൻറ്റ്സ് തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടും ഉള്ളത് കേട്ടോ. സോ അതൊന്ന് നോക്കുക. സ്ട്രോങ് ടോപ്പ് മാനേജ്മെൻറ്റ് കമ്മിറ്റ്മെൻറ്റ്, ഒരു സ്ട്രോങ് ടോപ്പായിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് കമ്മിറ്റ്മെൻറ്റ് ആവശ്യമാണ്. ആൻഡ് കസ്റ്റമർ ഫോക്കസ്, അതായത് ദ ഓർഗനൈസേഷൻ മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് മീറ്റ് കസ്റ്റമർ നീഡ്സ് ആൻഡ് എക്സ്പെക്റ്റേഷൻ. കസ്റ്റമറിൻ്റെ നീഡ്സിനായിരിക്കണം നമ്മൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത്, കസ്റ്റമർ ഓറിയൻറ്റഡ് ആയിരിക്കും TQM എന്ന് പറയുന്നത്. എംപ്ലോയി ഇൻവോൾവ്മെൻറ്റ്, ഓൾ എംപ്ലോയീസ് ആർ, അതായത് ഏത് ലെവലിലുള്ള എംപ്ലോയീസ് ആണെങ്കിലും ഈ ഒരു എന്താ പറയുക ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ആൻഡ് കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ്, TQM റിക്വയർസ് കോൺസ്റ്റൻറ്റ് എഫേർട്ട് ടു ഇംപ്രൂവ് പ്രോസസ്സസ്, പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്. കണ്ടിന്യൂസ് ആയിരിക്കും, കുറച്ച് ചെയ്തു അങ്ങനെയല്ല, കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് ആവശ്യമാണ്. ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ, ക്വാളിറ്റി ടൂൾസും ടെക്നിക്സിനും ട്രെയിനിങ്ങും കൊടുക്കണം, എഡ്യൂക്കേറ്റും ചെയ്യണം. ആൻഡ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. നെക്സ്റ്റ് പ്രോസസ് അപ്രോച്ച് ആൻഡ് ഡാറ്റ ഡ്രിവൺ ഡെസിഷൻ മേക്കിംഗ്. ഇതാണ് TQMൻ്റെ റിക്വയർമെൻറ്റ്സ്. സോ ഇത്ര കാര്യങ്ങളെങ്കിലും നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റിൻ്റെ എക്സാമിന് പോകുമ്പോൾ പഠിച്ചിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ ഐ വിൽ ഷെയർ എന്താ പറയുക നോട്ട്സ് ഞാൻ ടെലഗ്രാമിൽ ചെയ്യാം, ചാനലിൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുക, നോട്ട്സ് എടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ബാക്കി സബ്ജക്ട്സ് പെട്ടെന്ന് തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാം, കാരണം എക്സാമിന് ഇപ്പോൾ സമയമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എങ്കിലും നോക്കിപ്പോയി പാസ്സാവട്ടെ എന്ന് എന്താ പറയുക പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു.